നമ്മുടെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ഇടയ്ക്ക് 2 മാർക്കിന് ചോദിക്കാറുണ്ട്, 3 മാർക്കിന് ചോദിക്കാറുണ്ട്, സംടൈംസ് എസ്സേ ആയിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയണം എന്താണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറയുന്നത് നമ്മുടെ HTML-നകത്ത് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. നാവിഗേറ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹൈപ്പർ ലിങ്ക്സ് allow visitors to navigate between websites by clicking on words, phrases and images. അപ്പോൾ ഹൈപ്പർ ലിങ്ക് വിസിറ്റേഴ്സിന്, ആ വെബ് പേജിലെ വിസിറ്റേഴ്സിന് നാവിഗേറ്റ് ചെയ്യാനാണ്. ബിറ്റ്വീൻ വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞു, അത് പേജസ് ആവാം, വെബ്സൈറ്റ്സ് ആവാം, എന്തായിക്കൊള്ളട്ടെ. അപ്പോൾ എങ്ങനെ നാവിഗേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുന്നത് വേർഡ്സിലാവാം, ഫ്രേസസിലാവാം, അല്ലെങ്കിൽ ഇമേജസിലാവാം. റൈറ്റ്. ഇനി ഈ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിങ്ക് എന്ന് പറയുന്ന ഈ സംവിധാനം വെബ് പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് ഒരു ടാഗ് ഉണ്ട്, HTML ടാഗ് ഉണ്ട്. ആ ടാഗിൻ്റെ പേര് എ ടാഗ് എന്നാണ്. എ ടാഗ്. അപ്പോൾ എ ടാഗിൻ്റെ പ്രത്യേകത ഇവിടെ കാണാം. /a എന്ന് പറയുന്നൊരു ഭാഗം കൂടി ഇതിനുണ്ട്. അതിനർത്ഥം എ ടാഗ് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗാണ്. സ്റ്റാർട്ടിംഗ് ടാഗും എൻഡിങ് ടാഗും ഉണ്ടായിരിക്കും. റൈറ്റ്. അപ്പോൾ എ ടാഗ് എന്ന ടാഗ് പെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പോയിന്റ്, ഈ എ എന്ന് പറയുന്ന എല്ലാ ടാഗിനും നമുക്കറിയാം വ്യത്യസ്ത ആട്രിബ്യൂട്ടുകളുണ്ട്. അതേപോലെ എ ടാഗിനും ആട്രിബ്യൂട്ടുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ടാണ് href എന്ന് പറയുന്നത്. അപ്പോൾ href എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ H അപ്പർ കേസാണ്, ശ്രദ്ധിക്കേണ്ട. ഇത് കേസ് സെൻസിറ്റീവ് അല്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹൈപ്പർ ലിങ്ക് കേസ് സെൻസിറ്റീവ് അല്ല. എങ്ങനെ എഴുതാം? href, അതിൻ്റെ ഫുൾ ഫോം ഹൈപ്പർ റെഫറൻസ് എന്നാണ്. href എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ടാണ് നമ്മുടെ എ ടാഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട്. അപ്പോൾ എ ടാഗ് ഉപയോഗിക്കുമ്പോൾ മിനിമം നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ആട്രിബ്യൂട്ടാണ് href എന്ന് പറയുന്നത്. അപ്പോൾ href നമുക്കറിയാം, ഓരോ ആട്രിബ്യൂട്ടിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ hrefനും ഒരു വാല്യൂ കൊടുക്കേണ്ടതുണ്ട്. ആ വാല്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ വാല്യൂ ഓഫ് ദിസ് ആട്രിബ്യൂട്ട് ഈസ് ദ URL ഓഫ് ദി ഡോക്യുമെൻറ്റ് ടു വിച്ച് ഹൈപ്പർ ലിങ്ക് ഈസ് പ്രൊവൈഡഡ്. അപ്പോൾ നമുക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ഹൈപ്പർ ലിങ്ക് ഉപയോഗിക്കുന്നത് ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യാനാണ്. അപ്പോൾ href എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ടിൽ കൊടുക്കുന്ന ആ ഒരു URL, ആ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ വെബ് പേജിൻ്റെ അഡ്രസ്സ്, ആ അഡ്രസ്സിലേക്കാണ് അല്ലെങ്കിൽ ആ അഡ്രസ്സിൽ പറഞ്ഞ വെബ് പേജിലേക്കാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണ് നാവിഗേറ്റ് ചെയ്യേണ്ടത്, ആ നാവിഗേറ്റ് ചെയ്യപ്പെടേണ്ട വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജിൻ്റെ URL ആണ് hrefൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എ ടാഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, href ആട്രിബ്യൂട്ട് ഉപയോഗിച്ചു. ദെൻ ശ്രദ്ധിക്കുക, hrefൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്നൊരു വെബ്സൈറ്റ് അഡ്രസ്സാണ്. ഇതിന് പകരം ഒരു വെബ് പേജിൻ്റെ പേരും വേണമെങ്കിൽ കൊടുക്കുക. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് കാണാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു URL ആണ് www.dhckerala.gov.in. ദെൻ ആ സ്റ്റാർട്ടിംഗ് ടാഗിൻ്റെ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. നമുക്കറിയാം എല്ലാ ആട്രിബ്യൂട്ട്സും എഴുതേണ്ടത് ടാഗിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ടാഗിൻ്റെ പേര് എഴുതി, ആട്രിബ്യൂട്ട് എഴുതി, അതിൻ്റെ വാല്യൂ കൊടുത്തു, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. നമുക്കറിയാം ഇത് പെയറാണ്, /a എന്ന് ക്ലോസ് ചെയ്യുന്നു. അതിനിടയ്ക്ക് നമ്മളൊരു ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹയർ സെക്കൻഡറി. അപ്പോൾ ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം ഉപയോഗം നമുക്കറിയാം. അപ്പോൾ എന്തിനാണ് ഈ ഹയർ സെക്കൻഡറി ഇവിടെ കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടാഗ് പെയറിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു മാറ്റർ, ഈ ടെക്സ്റ്റുവൽ ഡാറ്റ മാത്രമായിരിക്കും ഇത് ആക്ച്വലി പ്രാക്ടിക്കലി നമ്മളത് റൺ ചെയ്യുമ്പോൾ വെബ് പേജിൽ കാണുന്നത്. ഇവിടെ ഒന്നും എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും
ഹൈപ്പർ ലിങ്ക് വിസിബിളായി വെബ് പേജിൽ കാണാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഹയർ സെക്കൻഡറി എന്നായിരിക്കും നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റൈറ്റ്, അപ്പോൾ ഇതൊരു തൽക്കാലം റിലേറ്റീവ് URL എന്ന് പറയുന്ന ഈ ഭാഗം അവിടെ നിൽക്കട്ടെ, അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഹയർ സെക്കൻഡറി എന്ന് കാണുന്ന ഒരു ഹൈപ്പർ ലിങ്ക് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഹൈപ്പർ ലിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയാം. നിങ്ങൾ കർസർ കൊണ്ടേ വയ്ക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കർസറിൻ്റെ ആ ഒരു ഐക്കൺ ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ ഹൈപ്പർ ലിങ്കുകൾ നമുക്കതിനെ തിരിച്ചറിയാൻ മാത്രമല്ല, അവിടെ ഒരു അണ്ടർലൈൻ ഉണ്ടായിരിക്കും, ഇതിനൊരു നീല കളറിലായിരിക്കും ഇത് ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പോൾ ഇത് നീലയല്ല, കാരണം ഇറ്റ് ഈസ് ഓൾറെഡി വിസിറ്റഡ് ലിങ്കിൻ്റെ കളർ മാറുമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് കോഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ ഒന്നാമത്തെ ഈ കാണുന്ന ഹൈപ്പർ ലിങ്കാണ്. അപ്പോൾ നേരത്തെ കണ്ട എക്സാമ്പിൾ തന്നെയാണ്. എ എന്ന് സ്റ്റാർട്ട് ചെയ്തു, href ആട്രിബ്യൂട്ട് ഉപയോഗിച്ചു, ഈക്വൽ ടു അതിലേക്കൊരു വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്തു, ഒരു URL. എനിക്ക് ഈ കാണുന്ന വെബ്സൈറ്റിലേക്കാണ് എനിക്ക് നാവിഗേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ URL കൊടുത്തു. എന്താണ് URL കൊടുക്കുന്നത് ശ്രദ്ധിക്കുക, ഒന്നില്ലെങ്കിൽ സിംഗിൾ ഇൻവെർട്ടർ കോമ അല്ലെങ്കിൽ ഡബിൾ. ഇവിടെ സിംഗിളാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സ്റ്റാർട്ടിംഗ് ടാഗിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഹയർ സെക്കൻഡറി എന്ന് എഴുതി, ദെൻ /a. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ കൊടുത്തിരിക്കുന്ന ആ ഹയർ സെക്കൻഡറിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇവിടെ നിങ്ങൾ എന്താണോ ഈ ടാഗ് പെയറിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് ആ മാറ്റർ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതൊരു ഇമേജ് ആണെങ്കിൽ ആ ഇമേജ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ട ആ അഡ്രസ്സിലേക്ക് നാവിഗേറ്റ് ചെയ്യപ്പെടും. ഇപ്പം നിങ്ങൾ കണ്ടു, ആ URL ചേഞ്ചായി ഈ പുതിയ വെബ് പേജിലേക്ക് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് തരത്തിലുള്ള ഹൈപ്പർ ലിങ്കുകൾ ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്താണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഹൈപ്പർ ലിങ്കുകളാണ് HTML നിലവിലുള്ളത്. ഒരെണ്ണം നമ്മൾ ഇൻറ്റേർണൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയും, രണ്ടാമത്തേത് എക്സ്റ്റേണൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയും. റൈറ്റ്, അപ്പോൾ രണ്ട് തരത്തിലുള്ള ഹൈപ്പർ ലിങ്കുകളാണുള്ളത്, ഒന്ന് ഇൻറ്റേർണൽ, രണ്ടാമത്തേത് എക്സ്റ്റേണൽ ഹൈപ്പർ ലിങ്ക്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹൈപ്പർ ലിങ്കുകളിൽ ഏകദേശം ഒരു 90% ഹൈപ്പർ ലിങ്കുകളും എക്സ്റ്റേണൽ ലിങ്കുകളായിരിക്കും. അപ്പോൾ എന്താണ് എക്സ്റ്റേണൽ ലിങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അതിൻ്റെ ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ട്, ലിങ്ക് ഫ്രം വൺ പേജ് വെബ് പേജ് ടു അനദർ. അതായത് ഒരു വെബ് പേജിൽ നിന്ന് നമ്മൾ മറ്റൊരു വെബ് പേജിലേക്കാണ് ഇവിടെ നാവിഗേറ്റ് ചെയ്യുന്നത്. ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക്, ഒരു പുതിയ പേജിലേക്കാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം, നമ്മൾ ഇതിൽ ഏതുതരം ലിങ്ക് ആണെങ്കിലും ഇൻറ്റേർണൽ ആയിക്കോട്ടെ എക്സ്റ്റേണൽ ആയിക്കോട്ടെ ഉപയോഗിക്കുന്ന ടാഗ് പഴയ പഠിച്ച ടാഗ് തന്നെയാണ്, A ടാഗാണ്. അപ്പോൾ നമുക്കറിയാം A ടാഗിൻ്റെ href ആട്രിബ്യൂട്ടാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ലിങ്ക് ആണെങ്കിൽ ഈ href ആട്രിബ്യൂട്ടിൽ കൊടുക്കുന്ന ആ ഒരു വാല്യൂ എന്തായിരിക്കും? URL ഓഫ് ദി എക്സ്റ്റേണൽ ഫയൽ. നമ്മൾക്ക് ഏത് വെബ് പേജിലേക്കാണോ നാവിഗേറ്റ് ചെയ്യപ്പെടേണ്ടത് ആ നാവിഗേറ്റ് ചെയ്യപ്പെടേണ്ട വെബ് പേജിൻ്റെ പേര് അല്ലെങ്കിൽ അതിൻ്റെ URL ആയിരിക്കും ഈ href എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്കിത് തന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് URL നേരത്തെ കണ്ട സെയിം എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ റിലേറ്റീവ് URL എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റിലേറ്റീവ് URL ഈ എഴുതിയ ഹൈപ്പർ ലിങ്കിലാണ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെബ് പേജ് ഹൈപ്പർ ലിങ്ക്
.html എന്ന് പേരുള്ള ഒരു വെബ് പേജാണ്. ഞാനിവിടെ ഈ ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടു. ആ പേജിൽ നിന്ന് എന്തായി, നമ്മളൊരു പുതിയ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, ഈ പേജിൻ്റെ പേര് ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്റേണൽ ലിങ്ക് .html ആണ്. ഓക്കെ, നേരത്തെ കണ്ട പേജ് ശ്രദ്ധിക്കുക, ഹൈപ്പർ ലിങ്ക് .html ആണ്. ക്ലിക്ക് ചെയ്തപ്പോൾ പുതിയ പേജിലേക്ക് നമ്മൾ നാവിഗേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുവാൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഹൈപ്പർ ലിങ്കിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇന്റേണൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വീണ്ടും പഴയ ഒരു പ്രസൻറ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്റേണൽ ലിങ്ക്, അപ്പോൾ എക്സ്റ്റേണൽ ലിങ്കാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്റേണൽ ലിങ്കിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇന്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ആക്ച്വലി ഹൈപ്പർ ലിങ്ക് തന്നെയാണ്. പക്ഷേ ഒരു വലിയ വ്യത്യാസം ഈ രണ്ട് ആളുകൾ തമ്മിലുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ലിങ്ക് ഒന്നുകൂടി പറയേണ്ടതുണ്ട്. എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള ഹൈപ്പർ ലിങ്ക്. അതിൽ നിന്നും നേരെ വിഭിന്നമാണ് ഇന്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ലിങ്ക് ടു എ പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ദി സെയിം ഡോക്യുമെൻറ്റ്. ഇവിടെയും ലിങ്ക് തന്നെയാണ്, ഹൈപ്പർ ലിങ്ക് തന്നെയാണ്. പക്ഷേ ആ ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നത്, നമ്മൾ മൂവ് ചെയ്യപ്പെടുന്നത് അതേ പേജിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ്. അതാണ് ഇതിലുള്ള വ്യത്യാസം. എക്സ്റ്റേണൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നാവിഗേറ്റ് ചെയ്യപ്പെടുന്നത് മറ്റൊരു വെബ് പേജിലേക്കാണ്. നേരെ മറിച്ച് ഇന്റേണൽ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിക്ക് ചെയ്ത പേജ് ഏതാണോ അതേ പേജിൻ്റെ മറ്റൊരു സെക്ഷൻ, മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ ഇവിടെ നാവിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റേണൽ ലിങ്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ hrefന്റെ പുറമെ, href എന്തായാലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, ഹൈപ്പർ ലിങ്കാണ്. അതിൽ കൂടാതെ href കൂടാതെ നമുക്ക് പുതിയ ഒരു ആട്രിബ്യൂട്ട് കൂടി ഇവിടെ ഉപയോഗിക്കേണ്ടതുണ്ട്. അതിൻ്റെ പേരാണ് നെയിം ആട്രിബ്യൂട്ട്. എ ടാഗിൻ്റെ തന്നെ മറ്റൊരു ആട്രിബ്യൂട്ടാണ് നെയിം. അപ്പോൾ എന്തിനാണ് നെയിം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. വീണ്ടും നമ്മൾ അതേ പേജിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഇന്റേണൽ ലിങ്ക്, യെസ്. അപ്പോൾ ഈ പേജ് ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്റേണൽ ലിങ്ക് എന്ന് .html എന്ന് പറയുന്ന ഒരു വെബ് പേജാണ്. ഇതിലുള്ള കണ്ടൻ്റ് ഒന്നും നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് ഒരു ഹെഡിങ് ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഈ ഭാഗമാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഞാൻ താഴത്തേക്ക് സ്ക്രോൾ ചെയ്തു. കുറേ കണ്ടന്റിന് ശേഷം ഏറ്റവും താഴെയായി നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഹൈപ്പർ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്നത് ബാക്ക് ടു ടോപ്പ് എന്നാണ്. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ബാക്ക് ടു ടോപ്പ് എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ശ്രദ്ധിക്കൂ, ഇന്റേണൽ ലിങ്ക് .html എന്ന് പറയുന്ന പേജിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. പകരം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേജിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് നമ്മൾ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് നമ്മൾ നാവിഗേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരേ പേജിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ നാവിഗേറ്റ് ചെയ്തു. പേജ് മാറിയിട്ടില്ല. ഒന്നുകൂടി കാണിക്കാം. ബാക്ക് ടു ടോപ്പ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇതേ പേജിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് ഞാൻ നാവിഗേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഇന്റേണൽ ലിങ്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട വെബ് പേജ്. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഇന്റേണൽ ലിങ്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ കാണുന്ന പേജിൻ്റെ സോഴ്സ് കോഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. HTML ഹെഡ്, ബോഡി എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്.
എ ടാഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എ ടാഗ് നമുക്കറിയാം ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ടാഗാണ്. ശ്രദ്ധിക്കുക, നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് കൊടുത്ത വാല്യൂ ഒരു ഐഡൻറ്റിഫയറാണ്, ടോപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇൻവെർട്ടർ കോമയ്ക്കകത്താണ്. അപ്പോൾ നെയിമിന് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വെബ് പേജിൻ്റെ ഒരു പോർഷനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ആ പോർഷൻ നമ്മളൊരു പേര് നൽകും. ആ പേര് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പോർഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നെയിം ഈസ് ഈക്വൽ ടു ടോപ്പ് എന്നാണ് ഞാനിവിടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള പേര്. അപ്പോൾ ടോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഐഡൻറ്റിഫയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു HTMLൻ്റെ ഈ ഒരു പോർഷനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എ ടാഗ് കഴിഞ്ഞ ശേഷം എഴുതിയത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നാണ്. അപ്പോൾ ഈ വെബ് പേജ് കാണുമ്പോൾ അറിയാം ഇതാണ് ആ ഭാഗം, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഹൈപ്പർ ലിങ്ക് ആയിട്ടല്ല നമ്മൾ കാണുന്നത് ഇവിടെ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച ആട്രിബ്യൂട്ട് href എന്ന് പറയുന്നതല്ല, നെയിം ആണ്. അപ്പോൾ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഒരു പൊസിഷന് ഒരു പേര് നൽകാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിംഗ് സാധാരണ പോലെ തന്നെയാണ് വെബ് പേജിൽ കാണുക. അപ്പോൾ ഫലത്തിൽ ചെയ്ത കാര്യം ഇതാണ്, ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഒരു പേര് നൽകുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട്. അതിനുശേഷം ഇത്രയും കണ്ടൻറ്റ് ഇവിടെയുണ്ട്, ഒരുപാട് കണ്ടൻറ്റ് ഉണ്ട്. അതിന് ഏറ്റവും അവസാനമായി ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള ഒരു ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിവിടെ കാണാം. ഇതാണ് ആ കണ്ടൻറ്റ് എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഏറ്റവും അവസാന ഭാഗത്തായി നമ്മൾ സാധാരണ മുമ്പ് കണ്ട പോലെയുള്ള ഒരു ഹൈപ്പർ ലിങ്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, href. നമുക്കറിയാം href ആട്രിബ്യൂട്ടിലാണ് നമ്മൾ എവിടേക്ക് നാവിഗേറ്റ് ചെയ്യപ്പെടണമെന്ന് നമ്മൾ തീരുമാനിക്കപ്പെടുന്നത്, ആ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം href ഈസ് ഈക്വൽ ടു കൊടുത്തത് ഒരു URL അല്ല, ഒരു വെബ് പേജിൻ്റെ പേരല്ല. ഇവിടെ കൊടുത്തിരിക്കുന്നത് ടോപ്പ് എന്നാണ്. ടോപ്പിൻ്റെ തുടക്കത്തിൽ ഹാഷ് എന്നുള്ള ഒരു സിമ്പൽ കൂടിയുണ്ട്. ഈ ടോപ്പ് എന്ന് പറയുന്ന ആളെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇതാണ് ആ ടോപ്പ്. ഈ ടോപ്പ് എന്താണെന്നുള്ളത് തൊട്ട് മുമ്പ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ സെക്ഷനെ ഞാൻ നെയിം ചെയ്തിട്ടുണ്ട്. ആ നെയിമാണ് ടോപ്പ് എന്ന് പറയുന്നത്. ആ കൊടുത്ത പേരാണ് hrefൻ്റെ വാല്യൂ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം, ആ പേര് കൊടുക്കുമ്പോൾ ആസ് പെർ ദി സിൻടാക്സ് ഓഫ് HTML, ആസ് പെർ ദി റൂൾ നമ്മൾ ഹാഷ് സിമ്പൽ ചേർക്കണമെന്നുള്ളതാണ്. പേര് മാത്രം എഴുതിയാൽ പോലെ ഹാഷ് സിമ്പൽ കൂടി ചേർക്കണം. അപ്പോൾ href ഈസ് ഈക്വൽ ടു ഇവിടെ ഹാഷ് ടോപ്പ് എന്ന് കൊടുത്തു. അതിനുശേഷം ആസ് യൂഷ്വൽ ബാക്ക് ടു ടോപ്പ്. അപ്പോൾ ബാക്ക് ടു ടോപ്പ് എന്തിനാ നമുക്കറിയാം, അതാണ് നമ്മളിവിടെ കാണുന്നത്. ബാക്ക് ടു ടോപ്പ് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ദെൻ എ ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് href ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഇവിടെ ഹൈപ്പർ ലിങ്ക് രൂപത്തിലായിരിക്കും ഈ ഒരു സെക്ഷൻ നമ്മൾ കാണുക. പക്ഷേ ഇവിടെ നെയിം ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈപ്പർ ലിങ്ക് രൂപത്തിൽ ഈ ഒരു സെക്ഷനെ കാണാത്തത്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം, href കൊടുത്തിട്ടുണ്ട്, ടോപ്പിലേക്കാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്. ടോപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആ ടോപ്പ് എന്ന് പറയുന്നത്. സോ അതാണ് നിങ്ങൾ കണ്ടത്. ഏറ്റവും ടോപ്പിലാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഏറ്റവും അവസാനം ഞാനിവിടെ ഒരു ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടോപ്പ് പൊസിഷനിലേക്ക് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോപ്പ് എന്ന് എഴുതിയത് കൊണ്ടല്ല ഇത് മുകളിലേക്ക് പോയത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ജസ്റ്റ് ഒരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഹൈപ്പർ ലിങ്ക് നിങ്ങൾക്ക് വെബ് പേജിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഈ എക്സാമ്പിളിനകത്ത് ഇത് അവസാനം കൊടുത്തു, നമ്മൾ മുകളിലേക്ക് നാവിഗേറ്റ് ചെയ്തു. അത് ഈ പേജിൻ്റെ ഏത് ഭാഗത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പർ ലിങ്കുകൾ ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ, ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടി ഒരു റിവ്യൂ നമുക്ക് നടത്താം. ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് പേജിൽ നിന്ന് അതേ വെബ് പേജിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്.
നേരെ മറിച്ച് എക്സ്റ്റേണൽ ലിങ്ക് ആണെങ്കിൽ നമ്മൾ ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്കാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്.